നമുക്ക് വേണ്ടി നമ്മളെ കാണാനും ഞങ്ങൾ നിങ്ങളെ കാണാനും എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഡയറക്ടറിൽ നിന്ന് തുടങ്ങുന്നു. പറയാനുള്ളത് പറയും, ഞങ്ങൾ ചോദിക്കാം. അല്ല, ആദ്യം ഇങ്ങനെ ഒരു സംഗതി ഒരു സ്ക്രീനിങ് വെക്കാന്ന് ധ്യാൻ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര മടിയുണ്ടായിരുന്നു. കാരണം ഇതുപോലെ തന്നെയാണ് എന്നോട് പറഞ്ഞത്, നമ്മൾ ഇന്റർവ്യൂ പോകരുത്, പ്രൊമോഷനിൽ എനിക്ക് വിശ്വാസമില്ല, പിന്നെ എന്തിനാണ് 40 ഇന്റർവ്യൂ എടുത്തു, 53 ഇന്റർവ്യൂ എടുത്തു, റെക്കോർഡ്. അവിടെ ആ ഫിലിം ബോംബെ വരെ പോയി, പിന്നെ ദുബായിൽ പോയിട്ട് ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. പിന്നെ അതിനിടയിൽ പറയുകയും ചെയ്തു, അവിടെ തമിഴ്നാട്ടിൽ പറഞ്ഞു കോട്ട് ഞാൻ വേണ്ടെന്ന് വെച്ച പടമാണ്. എല്ലാരും അറിഞ്ഞല്ലേ? അല്ല, അത് നിങ്ങളെല്ലാരും ലാസ്റ്റ് ക്ലാപ്പ് ചെയ്തപ്പോ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. നിങ്ങളല്ലേ? അല്ല, നമ്മുടെ ഫ്രട്ടേണിറ്റിയും നമ്മുടെ മീഡിയയും എല്ലാരും ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ഷോ നടത്തി നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ഒരു മലയാള സിനിമയ്ക്ക് ഒരു ഭയങ്കര ഗംഭീര ഒരു സമയമാണ്. ഇപ്പൊ ആവേശത്തിനെ പറ്റിയിട്ട് ഭയങ്കര റിപ്പോർട്ടുണ്ട്, ജയഗണേഷൻ നല്ലതെന്ന് ഇങ്ങനെ കേട്ടു. അപ്പോൾ നമ്മുടെ സിനിമയും സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. എല്ലാ സിനിമകളും ഓടട്ടെ, മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം അങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ. നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാവരും ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ ആർട്ട് ഡയറക്ടർ നിമേഷ് ഏട്ടൻ, പിന്നെ നമ്മുടെ സൗണ്ട് ഡിസൈനർ സച്ചിൻ, സിംഗ് സിനിമ, പിന്നെ എൻജെ. അതെ അതെ അതെ. സംസാരിച്ചിട്ട് ഫാമിലി മാൻ 3 മെയിൻ വില്ലനാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ പറഞ്ഞ എനിക്ക് ചാൻസ് വെച്ചതാണ്. രാത്രി വേണ്ടല്ലേ? ആമസോൺകാര് ഓർഡർ ഡെലിവറി ചെയ്യാൻ വരുന്ന സമയത്ത് അങ്ങനെ ഡെലിവറി ബോയിനോട് പറഞ്ഞ കാര്യമില്ലേ, അതെന്ത് നിനക്ക് എന്നെ മനസ്സിലായില്ലേ, ഞാനും നീ ഒരേ കമ്പനിയില്. ഇവിടെ ഒരാള് ഭയങ്കര മിസ്സിങ്, ബേസിൽ ജോസഫ് ലോഡ്ജിൽ റൂം എടുത്തിരിക്കുകയാണ് കേട്ടത്. എന്റെ പെർഫോമൻസ് കണ്ട് സഹിക്കാൻ പറ്റാതെ ഞാൻ പറഞ്ഞല്ലോ. ബേസി എന്നെ വിളിച്ചു, എന്നോട് ധ്യാൻ തണ്ടി നന്നായിട്ടുണ്ടെന്ന്. അവൻ മെയിനാന്ന് വിചാരിച്ചിട്ട് അവൻ ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നു. പറ്റിക്കരുതല്ലേ? 100 കോടി അടിക്കും, അടിക്കും. അല്ല, നമ്മുടെ ബാക്കി ടെക്നീഷ്യൻസ് ഇതാ. നമ്മുടെ സ്വന്തം രഞ്ജേട്ടനാണ് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സിനിമയും കൊണ്ട് ചെല്ലുമ്പോൾ എന്നെ ഓരോ തവണ രക്ഷപ്പെടുത്തുന്നത്. രഞ്ജേട്ടാ, താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ അശ്വത് അവിടെയുണ്ട്, കലേഷ് ഉണ്ട്, ഭഗത് ഉണ്ട്, ഹരി ഉണ്ട്, ശ്രീറാം ഉണ്ടായിരുന്നു. ശ്രീറാം പോയി തോന്നുന്നു. അപ്പൊ രമേശന്റെ ആദ്യം തന്നെ പറഞ്ഞു. നമ്മുടെ ADs എല്ലാവരും ഉണ്ട് ഇവിടെ. ADs പിന്നെ വിശാഖിന്റെ സ്വന്തം ജയറാം, അഭയ്, ഷാറൂഖ്, ദൃശ്യ, ശ്രാവൺ, ധനഞ്ജയ്. നമ്മുടെ ഇപ്പോ മലയാള സിനിമയിലെ എല്ലാ തമിഴ് ക്യാരക്ടേഴ്സും ഒന്നും വിടാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജഗണേഷ് ഇവിടെ ഉണ്ട്. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? PRO ആതിര, ഞങ്ങളെ കൊണ്ട് 52 ഇന്റർവ്യൂ എടുപ്പിച്ച ആതിര, അനൂപ്, എല്ലാവരോടും താങ്ക്സ് എ ലോട്ട്. അപ്പോ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ധ്യാൻ, ഇന്നലെ രാത്രി ഏട്ടന്, കാരണം ഞാൻ പറഞ്ഞല്ലോ 12 വർഷം മുന്നേ ഇതുപോലൊരു പെരുന്നാളിന്റെ സമയത്താണ് കട്ടപ്പൻ മറയത്തും ഉസ്താദ് ഹോട്ടലറിയത്. അങ്ങനെ അന്ന് എനിക്ക് തോന്നുന്നു അല്ല, കട്ടവും ഉസ്താദ് ഹോട്ടൽ ഒരു സമയത്ത് ജൂലൈ അല്ല, പെരുന്നാൾ സമയം, അന്നത്തെ പെരുന്നാൾ അല്ല, എനിക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് വിന്നറായിരുന്നു കട്ടം. അപ്പൊ ഇന്നലെ ഭയങ്കര ടെൻഷനായിരുന്നു. പടം ഓടുന്നല്ല, വിന്നറാവോ പറ്റൂലേ, നമ്പർ 1 വരൂ, നമ്പർ 1. ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട, ഞാൻ പറഞ്ഞെങ്കിലും വിന്നർ ആക്കിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളാണ് വിന്നർ. അങ്ങനെ ഒരു സംഭാഷണമേ നടന്നിട്ടില്ല. അമ്മ സത്യം ടെൻഷൻ ആയിരുന്നല്ലോ. പിന്നെ നമ്പർ 1 വരും, നമ്പർ 2 ആവുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, പടം ഓടുമല്ലോ എന്താണെങ്കിലും. അതുപോലെ ഇല്ല, എനിക്ക് വിന്നറാവണം.
സെക്കൻഡ് ഹാഫ് അതല്ലേ പറഞ്ഞു സെക്കൻഡ് ഹാഫ് ചെറുങ്ങനെ മോനെ. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ സിനിമ ഇത്രയും ഗംഭീര വിജയമാക്കി വരുന്ന താങ്ക് യു.